ഹലോ, ഹലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ രാവിലെ എന്നല്ല ഉച്ചയായി കേട്ടോ എണീറ്റപ്പോൾ. ഉച്ച ആയപ്പോഴത്തേക്ക് ഇത് ഇരുണ്ട കാലാവസ്ഥയായിരുന്നേ. അപ്പോൾ എല്ലാത്തിനും ഒരു മടിയായിരുന്നു. അല്ലേ തന്നെ മടി അത് വേറൊരു സത്യം. അപ്പോഴത്തേക്ക് ഉച്ചയായി. അപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം കറിയൊന്നും ഇല്ല. ആകെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു മുട്ടയും കൂടെ പൊരിക്കാമെന്ന്. മുട്ട പൊരിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട ചോറങ്ങ് ഉണ്ടാക്കാമെന്ന്. അതിനാണെങ്കിൽ കൊടുത്ത ഒരു സവാള എടുത്ത് തുണ്ടമാക്കി ഇട്ടിട്ട് പിന്നെ ആണെങ്കിൽ കണ്ണിൽ കണ്ട പൊടി ഏതൊക്കെയോ എടുത്തിട്ടു. മുളക് പൊടി, മറ്റേ കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, അങ്ങനെയൊക്കെ പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് എടുത്തിട്ടു. എന്നിട്ട് പിന്നെ ആണെങ്കിൽ ഒരു മുട്ടയും കൂടെ തല്ലി പൊട്ടിച്ചങ്ങ് ഒഴിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ചോറ്, കുത്തരി ചോറുണ്ടല്ലോ, അതമ്മ രാവിലെ വെച്ചാണ്, അതോടെ എടുത്തിട്ടിട്ട് അതങ്ങ് മിക്സാക്കി എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടച്ചോറ് സിമ്പിൾ ആൻഡ് ഈസി മുട്ടച്ചോറ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സൈഡ് ഡിഷായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ഉണ്ടാക്കി. അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇരുന്ന് ഉറക്കം വന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഈ ചത്തു കുത്തിയിരിക്കുന്നത് ഞാൻ ഉറങ്ങി എണീറ്റേൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആട്ടോ. അപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ആ കുട്ടി പിശാച് ഇപ്പോൾ വരുമല്ലോ എന്ന്. ഇതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ പിന്നെ അത് വന്നതിന് ശേഷം അതിനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അതാണെങ്കിൽ വീടെടുത്ത് തിരിച്ചു വെക്കും. അപ്പോഴത്തേക്ക് അതിന് ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ആണെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോയി എനിക്ക് ബ്രെഡ് ന്യൂട്ടല്ലയും മതിയെന്ന്. അപ്പോഴാണെങ്കിൽ ബ്രെഡല്ല, ചപ്പാത്തി കേട്ടോ, ചപ്പാത്തി ന്യൂട്ടല്ലയും മതിയെന്ന്. അപ്പോഴാണെങ്കിൽ ചപ്പാത്തിക്കകത്ത് ബ്രെഡ് ന്യൂട്ടല്ലയും കൂടെ തേച്ചിട്ട് അങ്ങനെ അതങ്ങ് ആക്കി കൊടുക്കാമെന്ന് വെച്ചു. അതാക്കി കൊടുത്ത് ഇതെന്താടാ വീഴാത്തെ, കുറച്ച് നേരം കൊണ്ട് പരിശ്രമിക്കും, അങ്ങോട്ട് വീഴുന്നുമില്ല. എന്നിട്ട് ചായയൊക്കെ ആക്കിയിട്ട് അതിന് കൊണ്ട് കൊടുത്തു. അത് എന്നിട്ട് കുടിച്ചിട്ട് അത് ഇത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ട്യൂഷന് പോകും. അപ്പോൾ അവൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, ഞാനിവിടെ കഴിക്കണമല്ലോ. അപ്പം ഞാനും ഉണ്ടാക്കി കേട്ടോ 2 പിന്നെ ചായയും കൂടെ കുടിച്ചിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, കുളിച്ചില്ല എന്ന്. അപ്പോൾ പിന്നെ എന്തോ ചെയ്യാനാ, ചായയൊക്കെ കുടിച്ചിട്ട് കുളിച്ചിട്ട് വരാമെന്ന് വെച്ചു. അപ്പം ശരി, ബൈ.